ഇത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾ എന്തായാലും കഴിച്ച് കാണില്ല. ആലിയ ഭട്ട് ഫേമസ് ആക്കിയ മിൽക്കി കേക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണിത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുന്നുണ്ട്. ഈ മാറ്റി വെക്കുന്ന മൈദക്ക് 2 ടേബിൾ സ്പൂൺ മൈദക്ക് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ടാക്കുന്ന സ്പഞ്ചിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാൻ ശ്രദ്ധിക്കണേ. 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് തരിച്ച് മാറ്റി വെക്കാം. അങ്ങനെ 3 തവണയായിട്ട് ഞാൻ ഫ്ലോറൊക്കെ തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. സ്പഞ്ച് റെഡിയാക്കാനെ കൊണ്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 കോഴിമുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്നത് പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് എടുത്താൽ മതിയാവും. പൊടിക്കാത്ത പഞ്ചസാര എടുക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പഞ്ചസാര മെൽറ്റായതിന് ശേഷം ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ബാറ്റർ നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മെയിനായിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തെടുക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല, മിൽക്ക് എസെൻസ് ആണ്. 1/2 ടീസ്പൂൺ മിൽക്ക് എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പഞ്ചിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവേ. നമ്മൾ മിൽക്കി നട്ട്സിനുള്ള സ്പഞ്ച് തയ്യാറാക്കാറില്ലേ, അതേ സ്പഞ്ച് തന്നെയാണ് കേട്ടോ ഇവിടെയും തയ്യാറാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് എസെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഹൈ സ്പീഡിലിട്ടിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ ബേക്ക് ചെയ്യുന്ന ടൈമിൽ സ്പഞ്ച് താന്ന് കിടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഹാർഡായിപ്പോവും. അങ്ങനെ പല പ്രശ്നങ്ങളും സ്പഞ്ചിനുണ്ടാവും. സ്പഞ്ച് നന്നായി ബേക്ക് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ആലിയ ഭട്ട് കേക്കിന് ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സ്പഞ്ച് നന്നായി ബേക്ക് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ മിൽക്ക് കേക്കിന് ആ കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊക്കെ വരത്തുള്ളൂ. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ പ്ലേറ്റിന് ആ ബൗൾ എന്താണ് ട്രേ എന്താ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു അതിൽ തന്നെ ഒരു ടിന്നിൽ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവൻ സെറ്റപ്പിലേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. സ്പഞ്ച് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ട് ഹീറ്റ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂസും ആൽമണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ്സ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പഞ്ച് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സ്പഞ്ച് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ മിൽക്കി കേക്കിന് നല്ല സോഫ്റ്റും അതിന് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. ഞാൻ മേലെ ഭാഗം ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്ലേറ്റ് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്പഞ്ചും അധികം ഹൈറ്റിൻ്റെ ആവശ്യമില്ല. ഇത്രയും മതിയാവേ. ഈ കേക്കിൻ്റെ സ്പെഷ്യൽ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് പാലും സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വിപ്പിംഗ് ക്രീമും 3/4 ഗ്ലാസ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തുകൊണ്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഇത്രയും തിക്കായി കിടക്കുന്നത്. ഒരു സ്പൂണിട്ട് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ മൊത്തത്തിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത്
1/2 ടീസ്പൂൺ മിൽക്ക് എസൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂവും ആൽമണ്ടും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സിറപ്പ് കഴിക്കാനെ കൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഈ സിറപ്പ് കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കോരി കുടിച്ചു പോകും, അത്രയും ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിച്ച് ഗോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്രീമുകളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ക്രീം റിച്ച് ഗോൾഡ് തന്നെയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റിലാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, സ്റ്റീലിൻ്റെതോ ഫൈബർ ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിൽ സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മളുടെ സ്പെഷ്യൽ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കിയ സിറപ്പിൽ നിന്ന് 1/4 ഭാഗത്തോളം ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റി തന്നെ ഈ സിറപ്പ് കൊണ്ടുള്ള സോക്കിംഗ് ആണ്. നമ്മൾ ഒരു കഷ്ണം കേക്ക് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറിലാണ് കിട്ടേണ്ടത്. ഒരു സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക, എന്നാലേ ഈ സിറപ്പ് ഉള്ളോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനെടുത്ത പ്ലേറ്റ് അത്യാവശ്യം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഓവറായിട്ട് മേലെ ക്രീം സ്പ്രെഡ് ചെയ്യാൻ കഴിയത്തില്ല. എടുക്കുന്ന പ്ലേറ്റിനനുസരിച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡുകളിലൊക്കെ നന്നായിട്ട് ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നല്ല ലെവൽ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവേ. ഇപ്പോൾ നന്നായി ഷേപ്പ് ചെയ്തിട്ടിട്ട് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ഇതേപോലെ നടുകെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ളത് ബ്ലൂബെറി ആയിരുന്നു, എനിക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആദ്യം തന്നെ ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ സെൻറ്റർ കൂടി ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ലൈനും കൂടി വെച്ച് കൊടുക്കാം. ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഓരോ പീസായിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓരോ പീസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഓരോ പീസ് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി ഓരോ മുന്തിരി ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്കിൽ ഇതേപോലെ തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. വൈറ്റും റെഡും ബ്ലാക്കെല്ലാം കൂടിയായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ നല്ല ലുക്കുണ്ട് കാണാൻ കൊണ്ട്. നമ്മുടെ ഡെക്കറേഷൻ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ഓവർനൈറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി നന്നാവുക. ഞാൻ 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സ്പാച്ചില കൊണ്ട് ഒരു പീസ് എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് പീസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ തന്നെ നല്ല ജ്യൂസ് ആയിട്ടുള്ള ടെക്സ്ചറിലാണ്. ഈ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അലിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതേപോലൊരു കേക്ക് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചില്ല. അത്രയും ടേസ്റ്റിയാണ്. മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള കഫേയിലെ കേക്കിൻ്റെ അത്ര വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ള കേക്കിൽ വെച്ചുള്ള ഏറ്റവും ടേസ്റ്റുള്ള കേക്ക് ഇത് തന്നെയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ